ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മ ഓഫ് ട്വിന്നീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അടിപൊളിയാവട്ടെ. അപ്പോൾ രാവിലെ 5:45 വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കണ്ടത്. രാവിലെ ഞാൻ 5:30 എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെട്ടം വീണിട്ടുണ്ടായിരുന്നു. സമയം നോക്കിയപ്പോൾ 5:30. അപ്പോൾ ഞാൻ അടുക്കളവശത്തേക്ക് ചെന്നപ്പോഴാണെങ്കിലോ നല്ല ഇരുട്ട്. ഞാൻ എണീറ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഓരോ എക്സ്ക്യൂസുകളാണ് എനിക്ക്. ഈ വീഡിയോ എക്സ്ക്യൂസ് തന്നെയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. വോയിസ് കൊടുക്കൽ മാത്രമാണ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം ഒരു സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വോയിസ് കൊടുത്താലാണ് നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്കും അങ്ങനെ വോയിസ് കൊടുത്താലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു സൈലൻസ് അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഉച്ച സമയത്ത് അവർ ഉറങ്ങണ സമയമായിരിക്കണം നമ്മുടെ ബേബീസ്, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ രാത്രിയാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ വലുതാവും തോറും അവർക്ക് പകലുറക്കം കുറഞ്ഞു തുടങ്ങി. അവർക്ക് കുറേ കളിക്കണം, ഇങ്ങനെ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ആയതുകൊണ്ട് ഉറങ്ങാമെന്നുള്ള കാര്യം അവർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പകൽ വോയിസ് കൊടുക്കുക എന്ന് പറയണത് എനിക്ക് അത്ര സിമ്പിളല്ല. പിന്നെ കാലത്ത് അവർ എണീക്കണതിന് മുമ്പ് ചെയ്യാമെന്ന് വെച്ചാൽ അവർ എണീക്കണതിന് മുമ്പ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇതും കൂടി ക്ലാഷ് ആവുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ വീഡിയോ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാലും ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് വരുമ്പോഴാണ് ആ ഒരു ഡിലേ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് അച്ഛന് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിക്ക് കൊടുക്കാം. കഞ്ഞി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ച് വാർത്താൽ ചോറുമായി. അപ്പോൾ കഞ്ഞിക്ക് പയറുപ്പേരിയും പിന്നെ ചമ്മന്തിയും തൈരുമാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. അപ്പോൾ ഉണക്കമുളകും ഉള്ളിയും കൂടിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. സാധാരണ നാടൻ മുളക് ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ്. ഇന്ന് രണ്ടും ഇല്ല, നാടൻ മുളകും ഇല്ല, കാന്താരി മുളകും ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണക്കമുളകിൻ്റെ ആ ഒരു പാത്രം കാലി, അതും റീഫിൽ ചെയ്ത് വെച്ചിട്ട് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള മുളക് എടുത്തിട്ടൊന്ന് വറക്കുന്നുണ്ട്. എണ്ണയൊന്നും ഇല്ലാതെ വറുത്തെടുക്കുക. പിന്നെ ഒരു 2-3-4 ഉള്ളിയും കൂടി ഇതുപോലെ തന്നെ ജസ്റ്റ് ആ പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. വറുക്കാമെന്ന് വെച്ചാൽ ഓയിലില്ലാതെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം മുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉള്ളി, പിന്നെ ചെറിയ കഷ്ണം വാളംപുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള മുളക് ചമ്മന്തി റെഡിയാണ്. ഇത് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഈ സാധനം തന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൊരിയിച്ചെടുക്കുന്നതും അതും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി റെഡിയായ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചോറിന് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്തു. ഇനി അതിൻ്റെ ആവി പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് കഞ്ഞിയും പകർത്തി വയ്ക്കാം. അപ്പോൾ അതാ കാണിച്ചു തരാം കേട്ടോ ഞാൻ നമ്മുടെ ചമ്മന്തി. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ പണ്ട് ഞങ്ങൾക്കിത് മൊരിച്ചിട്ടുള്ള ചമ്മന്തി ആക്കിയിട്ടാണ് കേട്ടോ അമ്മ തരാറ്. അത് ഭയങ്കര ഡിമാൻഡാണ് വീട്ടിൽ. ഉണ്ടാക്കിയാൽ അത് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചമ്മന്തി ഈ 2 രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 2 രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു ബോർഡ് യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ബോർഡിൽ എഴുതി വെച്ചു. കാരണം എന്നാലാണ് എനിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണത് അടുക്കളയിലാണ്. അപ്പോൾ വന്നും പോവും ചെയ്യുമ്പോൾ കാണുമല്ലോ, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിട്ടുപോയാലും അതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത് പാല് കാച്ചി വെക്കലാണ് കേട്ടോ. അപ്പോൾ പാല് കാച്ചണം, ചായയ്ക്കും വെള്ളം വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എണീറ്റ ഉടനെ തന്നെ ചായ കുടിക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറി തുടങ്ങിയിട്ടോ എൻ്റെ. ഇപ്പോൾ എന്താണെന്നറിയില്ല, ചായയോടുള്ള ആ ഒരു ഭ്രാന്തമായ സ്നേഹം കുറച്ചൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പാല് വേഗം തിളപ്പിച്ച് വെച്ചാലാണ് അവർ എണീക്കുമ്പോഴത്തേക്കും ചൂടാറുള്ളൂ. അവർക്ക് കാലത്ത് എണീറ്റ് ബ്രഷിങ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാല് കുടിക്കണം. പിന്നെ വൈകിട്ട് ഒരു പ്രാവശ്യം പാല് കുടിക്കുക. അങ്ങനെ 2 തവണയാണ് അവർ ഒരു ദിവസം പാല് കുടിക്കുക. പക്ഷേ ഇപ്പോൾ പാലിനോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ അവർക്ക് കുറഞ്ഞു തുടങ്ങി, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞിന്. അപ്പോൾ അതാ അച്ഛനുള്ള കഞ്ഞി പകർത്തി അച്ഛനെ പറഞ്ഞയച്ചു കേട്ടോ. ഇനി സ്വസ്ഥമായിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ചായ മാറ്റി പിടിച്ചു കേട്ടോ. ഇന്നൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു, അതും ഫിൽറ്റർ കോഫി. എനിക്കിഷ്ടമാണ് കേട്ടോ. നോർമൽ ഈ ഇൻസ്റ്റൻറ്റ് കോഫി അല്ലെങ്കിൽ സാധാ കോഫി കുടിക്കണതിനേക്കാളും എനിക്ക് ഫിൽറ്റർ കോഫി ഇഷ്ടമാണ്. ഞാനിത് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫിൽറ്റർ കോഫി എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു ആഗ്രഹം തോന്നി ഓൺലൈനായിട്ട് ആ ഒരു ഫിൽറ്റർ കോഫി മേക്കർ വാങ്ങിച്ചിട്ട്
ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ചൂടായിട്ടൊരു ഫിൽറ്റർ കോഫിയാണ് കുടിക്കണേ. അപ്പോൾ അതിന് മുന്നായിട്ട് തലേ ദിവസത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു, അതൊന്ന് കഴുകി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കഴുകാനുള്ള പാത്രമൊക്കെ സിങ്കിലേക്ക് ഇട്ടു. ഇനി ഒക്കെ ആ ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ടാണ് ചെയ്യുക കേട്ടോ, എന്നാലാണ് ഇനി എനർജി വരുള്ളൂ. അങ്ങനെ കാപ്പിയും കൊണ്ട് ഞാൻ ഹോളിൽ വന്നിരുന്ന് സ്വസ്ഥമായിട്ട് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ദോശയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് അച്ഛന് കഞ്ഞിയാണ്, ഞങ്ങൾക്ക് കാലത്ത് കഞ്ഞി കുടിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എപ്പോഴെങ്കിലും രാത്രിയൊക്കെ കുടിക്കാനേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് റാഗി ദോശയാണ്. അപ്പോൾ അതിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചത് നന്നായി പുളിച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണം. അപ്പം നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ ദോശ തവയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടൊരു 3-4 മാസമായി. പ്രീ സീസൺഡ് ആയിരുന്നു, പക്ഷേ എനിക്ക് പ്രീ സീസൺഡ് ആണെന്ന് പറഞ്ഞാലും എനിക്ക് സീസൺ ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് നന്നായി കഴുകി ചൂടാക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിലത്തെ എണ്ണമെഴുക്കും വെള്ളമയം ഒക്കെ തുടച്ച് കളഞ്ഞിട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ ദോശ പരത്തിയത്. നന്നായി തന്നെ വന്നു. ഇപ്പം ഞാൻ സീസൺ ചെയ്ത കാരണം കൊണ്ട് നല്ല എന്താ പറയുക, നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ദോശ ചൂടിന് അത്രയും വഴങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, മയങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഇതിൽ ദോശ ചുടുന്നതും. ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇത്രയും നാൾ നോൺ സ്റ്റിക്ക് പാനിൽ ദോശ ചുട്ടിട്ട് ഇതിലേക്ക് ചേഞ്ച് ആയപ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂട് ദോശ റെഡി, ഒപ്പം സാമ്പാറും. പിന്നെ അതാ തേങ്ങാ ചമ്മന്തി ഉണ്ട് കേട്ടോ. തേങ്ങാ ചമ്മന്തി ഞാൻ എപ്പോഴും അരയ്ക്കും. അത് കുഞ്ഞമ്മണിക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ ചമ്മന്തി. വെറുതെ കൊടുത്താലും അവൾ കഴിക്കും. ആ തേങ്ങാ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് അവൾ ദോശ കഴിക്കുന്നത് കേട്ടോ മെയിനായിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ ദോശ തവ ചൂടാറിക്കഴിഞ്ഞു, ദോശ ചൂടലൊക്കെ കഴിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞപ്പോൾ നന്നായി സോപ്പിട്ട് കഴുകി വെള്ളമഴുക്കൊക്കെ നന്നായി തുടച്ച് കളയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അടിഭാഗവും മുകൾ ഭാഗവും എല്ലാം അവിടെ നന്നായിട്ടൊന്ന് തുടച്ച് വയ്ക്കും. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ കാസ്റ്റ് അയണിൻ്റെ പാനുകളാണെങ്കിലും എല്ലാം ഞാനിങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാറ് കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും രീതി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നോളൂ, അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് ഈ ഒരു കാസ്റ്റ് അയണൊക്കെ യൂസ് ചെയ്യണതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്. അത് മെയിനായിട്ട് ഞാൻ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കയറിയതിന് ശേഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ബേബീസിന് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കറിക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ബേബീസിന് ബീട്രൂട്ട് ഉപ്പേരി, ബീട്രൂട്ട് തോരൻ പച്ചയ്ക്ക് കൊടുത്താലും കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഓരോ ചെറിയ പീസ് കൊടുത്തപ്പോൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കറി പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ വീഡിയോയ്ക്ക് ഒരു ബ്രേക്ക് ആയിരുന്നു കേട്ടോ. അതിനുശേഷം വൈകുന്നേരം ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. നമ്മുടെ ഷെൽഫ് കിച്ചണിലെ അടിയിലത്തെ റാക്കുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കയറി കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന കാര്യമായിരുന്നു കേട്ടോ. ഇനിയാണ് നമ്മുടെ വീഡിയോയുടെ മെയിൻ പാർട്ട്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് കാച്ചിയ എണ്ണ, ഇത് പെൻഡിങ് ആയിട്ട് ഞാൻ ഒരാൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പെൻഡിങ് വെച്ച് ഇരുന്നിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ എണ്ണ തന്നെയാണ് ഇവിടെ ഞാനും ബേബീസ് എല്ലാവരും തേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊരു 1/2 ലിറ്റർ കഷ്ടിയേ ഉള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കമ്മിയാണ്, എന്നാലും വളരെയധികം ഞാൻ എടുത്തു. എന്നിട്ട് അതിലേക്ക് അത് ഒരു ചൂട് കട്ടിയുള്ളൊരു ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു കൈപ്പിടി തുളസി, പിന്നെ എന്താണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല, പിന്നെ കറിവേപ്പില, പിന്നെ അതാ ചെമ്പരത്തി, മൈലാഞ്ചി, നെല്ലിക്ക, കറ്റാർവാഴ അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില വേണമെങ്കിലും ചേർക്കാം. ഞാൻ മുരിങ്ങയില ഞാൻ മനഃപൂർവ്വം ചേർക്കാഞ്ഞതാണ് കേട്ടോ. അതും ചേർക്കാൻ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ചെറിയ തീയിൽ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ക്രിസ്പായി വരണ വരെ, അതാണ് കേട്ടോ പാകം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉലുവയും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ക്ലിപ്പിൽ വിട്ട് പോയതാണ് പെടുത്താനായിട്ട്. പിന്നെ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാൻ എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല, അതുണ്ടെങ്കിൽ ഞാൻ ചേർക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പാകം. നന്നായിട്ട് പൊടിഞ്ഞ് വരണം. അപ്പോൾ കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ദിവസം അങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനതെടുത്ത് അരിച്ച് പാത്രത്തിലാക്കി വെക്കുന്നത്. നമ്മൾ ആവശ്യാനുസരണം കുറേശ്ശെ എടുത്തിട്ട് തലയിൽ തേച്ച് കഴുകാവുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചായയ്ക്ക് ഇന്ന് ഇലയുടെയാണ് കേട്ടോ. മാളുമാണ് ഉണ്ടാക്കിയത്. ഒരുപാട് നാളായി അവൾ പറയണു അട കഴിക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഫ്രീ ആയിരുന്നു, അവൾ തന്നെ ഉണ്ടാക്കി. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഗോതമ്പിൻ്റെ അടയായിരുന്നു. ബേബീസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ നമ്മൾ അടയും ചായയൊക്കെ കുടിച്ചു. ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.